ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ഈ ചാനൽ. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ ബ്രോഡ്വേ പോയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇൻട്രോ എടുത്തിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് ഇൻട്രോ എടുത്തിട്ട് വീഡിയോ ഇടുന്നത്. അപ്പോൾ എനിക്ക് കായലെന്ന് വെച്ചാൽ വീക്ക്നെസ് ആണ് ഗായ്സ്. എവിടെ കായലുണ്ടാലും ഞാൻ അടുത്ത് വീഡിയോ ഇടും. നല്ല ഇഷ്ടമാണ്, നല്ല രസമല്ലേ. അവിടെ പായലൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. പിന്നെ ആ ക്രിസ്മസ് ട്രീ പോലത്തെ ഇത് കണ്ടോ, സാധാരണ ഒരു മരമാണ്. പിന്നെ കുറേ സ്റ്റാർസൊക്കെ തൂങ്ങിടക്കുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു, മേടിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ സ്റ്റാറില്ല, നമ്മൾ പേപ്പർ സ്റ്റാർ ഉണ്ടാക്കില്ലേ, അതൊക്കെ മതി. അപ്പോൾ ഗൈസ് നോക്ക്, നടസില്ലേ. ഞങ്ങൾ തോപ്പുംപടി വഴിയിലൂടെയാണ് കേട്ടോ പോയത്. എല്ലാം കൂടി ഒരുമിച്ച് കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ എറണാകുളം. ഷിപ്പും എയ്റോപ്ലെയിൻ്റെ ഇതും വാഹനങ്ങളും എല്ലാം നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും. അതാണ് കേട്ടോ ബ്രോഡ്വേ. ഞങ്ങളുടെ ടീച്ചർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ. നിധിപ്രിയ ടീച്ചർ എന്നാണ് പേര്. ടീച്ചറിന് ഒരു യൂട്യൂബ് ചാനൽ എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് കണ്ടോ, ഞാൻ ഇങ്ങനെ കുറേ കായലിൻ്റെ വീഡിയോ ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇനി ഇടാൻ കുറേ കിടപ്പുണ്ട് കേട്ടോ വീഡിയോ. എനിക്ക് ഇടണമെന്നൊക്കെ ഉണ്ട്. കണ്ടോ ഗൈസ്, ഒരു സ്കൂളിൽ ഇപ്പോഴാണെന്ന് തോന്നുന്നു അവർക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ. ഡ്രസ്സില്ല, അപ്പുറത്തെന്തോ ഞാൻ കണ്ടപ്പോൾ വീഡിയോ എടുത്താണ്, പക്ഷെ എനിക്ക് മര്യാദക്ക് കാണിക്കാൻ പറ്റില്ല. കണ്ടോ, അടിപൊളി ഡ്രസ്സൊക്കെയാണ്. ക്രിസ്മസ് എൻ്റെ ഇഷ്ടപ്പെട്ട സീസൺ ക്രിസ്മസ് ആണ് കേട്ടോ. ഡ്രസ്സല്ലേ, സ്റ്റാറും ക്രിസ്മസ് ട്രീ എവിടെ നോക്കിയാലും പച്ചയും റെഡും മയൊക്കെ ആയിരിക്കും. കണ്ടോ ഗൈസ്, ഇങ്ങനെ എന്താണ് ബോട്ടൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് കിടക്കും. കണ്ടോ, ഡ്രസ്സില്ല കാണാൻ. എനിക്ക് പാലത്തേക്കൂടി പോകുമ്പോൾ ഇങ്ങനെ ഹമ്പുണ്ടാവുമല്ലോ, ഇങ്ങനെ ചാടി ചാടി പോകണം, എനിക്ക് ഇഷ്ടമല്ല. പിന്നെ അവിടെ എന്താണ് കപ്പൽ നിർമ്മാണശാലയൊക്കെ ഉണ്ട്, ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അതും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, കൊച്ചിൻ ഷിപ്പ്യാർഡൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. എന്താണ് എയ്റോപ്ലെയിൻ്റെ എന്തോ കണ്ട്, മറ്റേ മുകളിൽ ഇങ്ങനെ മതിലേലും മൊത്തം മുള്ളൊക്കെ ഞാനോർത്ത് സെൻട്രൽ ജയിലായിരിക്കുന്നു. ഇതേപോലെ ഞാൻ ആലപ്പുഴ പോയപ്പോഴും കണ്ടായിരുന്നു. അത് ശരിക്കും സെൻട്രൽ ജയിൽ തന്നെയായിരുന്നു, എനിക്ക് മാറിപ്പോയതാണ് ഗൈസ്. കണ്ടോ, അവിടെ എന്തോ ബിൽഡിങ്ങൊക്കെ ഉണ്ട്, നല്ല വെറൈറ്റി ബിൽഡിങ്ങാണ്, സർക്കിൾ ഷേപ്പിൽ. കണ്ടോ, ഇതെന്താണെന്ന് എനിക്കറിയാം, സുഡിയോ ഗൈസ്, സുഡിയോ. അപ്പോൾ നല്ല രസമില്ലേ, ട്രെയിൻ പാളമാണ്. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. നല്ല പച്ച ഹരിതാകരമായ ഒരു സ്ഥലമാണ്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ നോക്കുമ്പോഴാണ് ഗൈസ് ആ വളവെത്തിയപ്പോൾ റെയിൻ പാലം കണ്ടത്. അപ്പം നിങ്ങളെങ്കിലും കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ റെയിൻ പാലത്തിൻ്റെ വീഡിയോ എടുത്തു. കണ്ടാണ്ട് പട്ടാളക്കാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ കുറേ കണ്ടോ ഗൈസ്, നല്ല രസമില്ലേ. ഇതാണ് ഗൈസ് കൊച്ചിൻ ഷിപ്പ്യാർഡ്, കപ്പൽ നിർമ്മാണശാല. കണ്ടോ, വലിയ ഞാൻ ഓർത്ത് ക്രൂയിസ് ആയിരിക്കുന്നു, പക്ഷെ ക്രൂയിസ് അല്ല, നല്ല വലിയതാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇതൊക്കെ. എന്താണ് ചെറിയ ചെറിയ ബ്ലൂ ബോട്ട് എന്താന്ന് കണ്ടോ ഗൈസ്, ഒരു പച്ച കളറ്, അതാണ് അവരുടെ ഒരു ട്രെയിനിങ് സ്ഥലം, പട്ടാളക്കാർ അങ്ങനെയും കണ്ട ഷിപ്പിൻ്റെയൊക്കെ. കണ്ടോ ഗൈസ്, കുഞ്ഞു കുഞ്ഞു ബോട്ട് ബ്ലൂ കളറ്, എന്താണെന്നറിയാൻ വേണ്ടി ഞങ്ങൾ സൂമൊക്കെ ചെയ്ത് നോക്കി, പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. ഗൈസ് നോക്ക്, ഇതാണ് സുഭാഷ് പാർക്ക് അല്ല കേട്ടോ, ഇതല്ല. നല്ല രസമില്ലേ, ഇത് അതിൻ്റെ വേറൊരു ഭാഗമാണ്. അപ്പോൾ ഗൈസ്, അതിൻ്റെ വേറെ തന്നെ ഒരു ഭാഗമായിരുന്നു. കണ്ടോ, വീണ്ടും നല്ല രസമുണ്ടാണ്. എനിക്ക് അതിൻ്റെ നമ്മൾ അപ്പുറത്തുനിന്ന് കണ്ടത് നമ്മൾ ഇപ്പുറത്തുനിന്ന് കാണുകയാണ്. അത് മനസ്സിലായില്ലേ, എനിക്കൊന്നും മനസ്സിലായി, പേടിക്കണ്ട. കണ്ടോ, ഇതേപോലെ മുള്ളു മേളിൽ ചുറ്റിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയ്യോ ദേ എന്താണ് സെൻട്രൽ ജയിലിൽ നിന്ന്. കണ്ടോ, രസമുണ്ടല്ലേ. ഇതാണ് ഗൈസ് സുഭാഷ് പാർക്ക്. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. ഇനി നമ്മൾ ഇതിനല്ലല്ലോ, സുഭാഷ് പാർക്കിൽ കയറാൻ സമയമില്ല, കാരണം നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ 2:30 ആയതുകൊണ്ടായി. 2:30ക്കുള്ള ബസ് പോയി. പിന്നെ വീട്ടിൽ എത്തപ്പോൾ എന്തായാലും 7:30-8 മണിയൊക്കെ എങ്ങാണ്ടായിക്കാണും. അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 3:45 പിന്നെ ബസ്സൊക്കെ കിട്ടി വന്നപ്പോൾ നല്ല പാടായിരുന്നു. സുഭാഷ് പാർക്ക് എനിക്കിനി വേറൊരു ദിവസം പോകുമ്പോൾ കയറണം ഗൈസ്, നല്ല രസമല്ലേ. നല്ല ഇതാക്കിയിട്ടുണ്ട്, സെറ്റപ്പാക്കി വീണ്ടും സുഭാഷ് പാർക്ക് ജയിച്ചിരിക്കുന്നു. എനിക്ക് ആ സ്ലൈഡൊക്കെ കണ്ടിട്ട് കൊതിയുണ്ട് ഗൈസ്. വൈക്കത്തെ ഒരു പാർക്കുണ്ട്, അതിൻ്റെ അകത്ത് ഇതേപോലത്തെ സ്ലൈഡൊക്കെ ഉണ്ട്, രസമാണ്. പക്ഷേ ഇതേപോലെ ഇല്ല, കുഞ്ഞി പാർക്കാട്ടോ. എനിക്ക് കുഴപ്പമില്ലാതെ ഇഷ്ടമായി. പക്ഷെ എൻ്റെ മാമ പറഞ്ഞിട്ടാണ് ഞാൻ കയറുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി, ഞാൻ ഒറ്റയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ പോയതാണ് ഉമ്മയും വാപ്പയായിട്ട്. അപ്പം മാമാനൊക്കെ ഉണ്ട്, പ്രതീക്ഷിതമായി കണ്ടതാണ്. അപ്പം ഡ്രസ്സ് എടുക്കാൻ നേരത്ത് മാമ പറഞ്ഞു നമുക്ക് പാർക്കിൽ കയറാം. ഞാൻ ഓർത്ത് മറ്റേ പ്രതിമയ്ക്കുള്ള പാർക്കായിരിക്കും.
പക്ഷെ അല്ല ഗൈസ്, പ്രതിമയില്ലാത്ത ആ ഒരു ഗേറ്റൊക്കെ ഉള്ള വേറെ പാർക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ പാർക്ക് തിരിച്ചറിഞ്ഞത്. ഗൈസ് കുറേ പാവയൊക്കെ ഈ സൈഡിലൊക്കെ തൂക്കിയിടും കണ്ടോ ഗൈസ്. കുറേ ഹാറ്റും ഇതെല്ലാം ഉണ്ടായിരുന്നു. കയറണം ഗൈസ്, എല്ലാം മേടിച്ചു ഞാൻ. അപ്പം അടുത്ത വ്ളോഗും ഉണ്ടാകും. കണ്ടോ, ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പച്ച കളറ് ഡ്രസ്സാണ് കണ്ടോ. പിന്നെ അവിടെ ചെണ്ടൊരു കരിക്ക് കുടിച്ചു ഗൈസ്. കണ്ടോ എൻ്റെ ഒരു മേളിൽ വെള്ളയാണ്, താഴെ ഗ്രീൻ.